ലോകത്തിന്റെ പാപങ്ങൾ ചുമലിലേറ്റി ഗാൽഗോത്ത മലയിൽ കുരിശുമരണം വരിച്ച യേശുദേവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കിയാണ് ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. പ്രത്യാശയുടെ കിരണം വീണ്ടും ഓരോ ഹൃദയങ്ങളിലും ഉദിച്ചു പൊങ്ങുന്ന ദിവസമാണ് ഈസ്റ്റർ. ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം വരുന്ന ഞായറാഴ്ചയാണ് ഈസ്റ്റർ. കുരിശുമരണത്തിന് ശേഷം മൂന്നാം നാൾ യേശുദേവൻ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിന്റെ സ്മരണ പുതുക്കിയാണ് വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈസ്റ്റർ എന്നാൽ വിശ്വാസികൾക്ക് ഉയർപ്പ് തിരുനാൾ കൂടിയാണ്. ദുഃഖവെള്ളിക്കും കുരിശുമരണത്തിനും ശേഷം ഉയർത്തെഴുന്നേറ്റ യേശു ഏത് പീഡാസഹനത്തിനും ശേഷം പ്രതീക്ഷയുടെ ഒരു പുലരി ഉണ്ടാകുമെന്ന സന്ദേശമാണ് തന്റെ ജീവിതത്തിലൂടെ ലോകത്തെ പഠിപ്പിച്ചത്. പീഡാനുഭവത്തിനും കുരിശുമരണത്തിനും ശേഷം യേശുവിന്റെ വാക്ക് നിറവേറാൻ കാത്തിരുന്നവർക്ക് പുനരുത്ഥാനത്തിലൂടെ പ്രതീക്ഷയുടെ പുതിയ തിരുനാളം പകരുന്ന ദിനം കൂടെയാണ് ഈസ്റ്റർ. ആദ്യ നൂറ്റാണ്ടിൽ റോമിലെ ക്രിസ്ത്യാനികൾ ഈസ്റ്റർ ദിനത്തെ വിളിച്ചിരുന്നത് ആനന്ദത്തിന്റെ ഞായർ എന്നായിരുന്നു. ക്രൈസ്തവ വിശ്വാസത്തിന്റെ കേന്ദ്ര മർമ്മമായ പുനരുത്ഥാനത്തെ അനുസ്മരിക്കുന്ന ഈ ദിവസത്തിൽ ആദിമ പൗരസ്ത്യ സഭകളിലെ വിശ്വാസികൾ പരസ്പരം ഉപചാരം കൈമാറിയിരുന്നത് ഒരു വിശ്വാസ പ്രഖ്യാപനത്തിലൂടെയാണ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നൊരാൾ പറയുമ്പോൾ സത്യം സത്യമായി അവിടുന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നും മറ്റേയാൾ പ്രതിവചിക്കുമായിരുന്നത്രേ. ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിൽ പാസ്ക എന്ന പേരിൽ ഈസ്റ്റർ ആചരിച്ചിരുന്നു. പാസ്ക എന്ന പദം യഹൂദരുടെ പെസഹ ആചരണത്തിൽ നിന്നാണ് ഉരുവായത്. ഈ പാസ്ക പെരുന്നാൾ പീഡാനുഭവവും മരണവും ഉയർപ്പും ചേർന്ന ഒരു സമഗ്ര ആഘോഷമായിരുന്നു. 4-ാം നൂറ്റാണ്ട് മുതൽ ദുഃഖവെള്ളി വേറിട്ട് ആഘോഷിച്ചു തുടങ്ങി. ഇംഗ്ലണ്ടിലെ ആംഗ്ലോ സാക്സോണിയന്മാർ ഇയോസ്റ്ററെ എന്ന ദേവതയെ ആരാധിച്ചിരുന്നു. ഇയോസ്റ്ററെ ദേവതയുടെ പ്രീതിക്കായുള്ള യാഗങ്ങൾ ഏറെയും നടന്നിരുന്ന മാസത്തെ ഈസ്റ്റർ മാസം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ക്രിസ്തുമതം ഇവിടെ പ്രചരിച്ചപ്പോൾ ഈസ്റ്റർ മാസത്തിൽ തന്നെ ആചരിച്ചിരുന്ന ക്രിസ്തുവിന്റെ പുനരുത്ഥാന പെരുന്നാളിനെ ഈസ്റ്റർ എന്ന് വിളിച്ചു തുടങ്ങുകയും പിന്നീട് അത് സാർവത്രിക പ്രചാരം നേടുകയും ചെയ്തു. സുറിയാനി പാരമ്പര്യത്തിലുള്ള സഭകൾക്കിടയിൽ ഇപ്പോഴും ഈസ്റ്ററിനെ ഉയർപ്പു പെരുന്നാൾ എന്നർത്ഥമുള്ള ക്രിംത പെരുന്നാൾ എന്ന് വിളിക്കുന്ന പഴയ പതിവും നിലനിൽക്കുന്നു.